ഹായ്, ഐ ഷഫീറ, ഫിസിയോതെറാപ്പിസ്റ്റ്. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്താ വെച്ചാല് ജോലിക്ക് പോകുന്ന അമ്മമാരോട് സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന ചോദ്യമാണ്: നിങ്ങൾ മക്കൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാറുണ്ടോ, അല്ല മക്കളുടെ കൂടെ കളിക്കാറുണ്ടോ, അവർക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ എന്നുള്ളത്. അത് ചോദിക്കുന്നതോട് എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോ ആരാണെങ്കിലും മക്കൾക്ക് വേണ്ടി, നമ്മളെ മക്കളാണ്, നമ്മൾ അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മള് എപ്പോഴും മക്കളുണ്ട് എന്ന് വിചാരിച്ചാണ്ട് മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കേണ്ടത്. അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ടാവും. അപ്പൊ ഇപ്പൊ ഞാനാണെങ്കിൽ എനിക്ക് എന്റേതായ ഇഷ്ടങ്ങളുണ്ടാവും, എനിക്ക് എന്റേതായ, അതുപോലെ തന്നെ ഏതൊരു വീട്ടമ്മ, ഏതൊരു അമ്മമാർക്കാണ് അവർക്ക് അവരുടേതായ ഇഷ്ടമുണ്ട്. ഒരു ദിവസം വൈകിട്ടാവുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഇഷ്ടം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. നമ്മളിപ്പോ ആരെങ്കിലും അതിനുവേണ്ടി ജീവിക്കുന്നുണ്ടല്ല. കുറെ കാലം ഉമ്മാക്കും അപ്പാക്കും മക്കളായിട്ട് ജീവിച്ച്, അത് കഴിഞ്ഞ് കല്യാണം കഴിയുമ്പോൾ ഹസ്ബൻഡിന് ഭാര്യയായിട്ട്, അമ്മായിമ്മക്ക് മരുമോളായിട്ട്, അത് കഴിഞ്ഞ് കഴിഞ്ഞാല് അപ്പം മക്കള് വന്നു കഴിഞ്ഞാൽ മക്കൾക്ക് ഉമ്മയും വാപ്പയായിട്ട് ഉമ്മയായിട്ട് ജീവിക്കും. അത് കഴിഞ്ഞ് ഉമ്മാന്റെ റോള് കഴിഞ്ഞ് പിന്നെ പേരക്കുട്ടി ആയി കഴിഞ്ഞാൽ വല്യമ്മാന്റെ റോള്. ഓരോരുത്തരുടെ റോള് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്ത് പോകുന്നതല്ലാണ്ട് ഒരിക്കലും നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുന്നില്ല. എനിക്ക് അതിലത്തെ ആ ഒരു ആൾക്കാരൊക്കെ പറയാം, നമ്മളെപ്പോഴും നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കണം. എങ്കിലും നമുക്ക് ലൈഫില് നമ്മൾ ജനിച്ചിരിക്കുന്നു, ഓക്കെ, ആ ജനിച്ചതിൽ നമ്മൾ നമുക്ക് വേണ്ടി ചെയ്തിരിക്കണെന്ന് പറയാനൊരു കാര്യം. ഞാനാണെങ്കിൽ പോലും എനിക്കൊരു ദിവസം വൈകിട്ടാകുമ്പോഴത്തേക്കും എനിക്ക് എന്റേതെന്ന് പറഞ്ഞൊരു ഇഷ്ടം, എന്തെങ്കിലും ഒരു കാര്യം, അറ്റ്ലീസ്റ്റ് ഒറ്റയ്ക്ക് പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയിരിക്കുക, അത് ഞാനൊരു ദിവസം എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്യും. കിടക്കാൻ പോണതിന്റെ മുമ്പ് നമ്മളൊരു കാര്യം, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യും. അതുപോലെ തന്നെ എല്ലാവരും അവനവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുക. മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന പേരൊക്കെ പണ്ടത്തതാണ്, അതൊക്കെ ഒഴിവാക്കി നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക. അതിന് മക്കളുടെ കാര്യം നമ്മൾ ചെയ്തു പോവുക. ഒരിക്കലും ഭാവിയിൽ ഞാൻ എന്റെ മകൾക്ക് വേണ്ടി ജീവിച്ചത് കൊണ്ട് എന്റെ ജീവിതം ഇങ്ങനെയായി, അല്ലെങ്കിൽ എനിക്ക് ജോലിക്ക് പോകാൻ വേറെ റിഗ്രറ്റ് ചെയ്യരുത് ഒരു കാരണവശാലും. നമ്മൾ ഹാപ്പി ആയിരിക്കും. എന്റെ മക്കൾ എന്റെ കൂടെ ഉണ്ടെങ്കിലും എന്റെ ലൈഫ്, ഞാൻ എന്റെ ഒരു പ്രൊഫഷൻ എന്താണോ, എനിക്ക് ഇഷ്ടം എന്താണോ, അത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോയി. അല്ലെങ്കിൽ എനിക്ക് എന്റെ ഇഷ്ടങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു മക്കളുണ്ട് ശേഷം ട്രാവൽ ചെയ്യാണ്ടിരിക്കലല്ല, അവരത് ചെയ്തു. ഞാൻ ചെയ്തു. എനിക്ക് എന്റെ മക്കളുണ്ടെങ്കിൽ എനിക്കൊന്നും നഷ്ടമായിട്ടില്ല, ഞാൻ ജീവിച്ചിരിക്കണം എന്നുള്ളത് പറയാൻ കഴിയും. അല്ലാണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിച്ചത് പിന്നെ കുറെ കാലം കൊണ്ട് എന്റെ ജീവിതം മുഴുവൻ എന്റെ മക്കൾക്ക് വേണ്ടി മാറ്റി വെച്ചതായിരുന്നു, അങ്ങനെ പറയില്ല. അർത്ഥം അത് നിങ്ങളായിട്ട് വരുത്തി വെക്കുന്നതാണ്. അല്ലാണ്ട് ഒരിക്കലും നിങ്ങളത് ഇതാക്കുന്നില്ല. നിങ്ങൾക്ക് വേണം നിങ്ങൾക്ക് ജീവിക്കാം. അപ്പൊ എല്ലാവരോടും പറയാനുള്ളത്, മാക്സിമം നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക. അതിന് സൈഡിൽ മക്കളെ കാര്യം കൊണ്ടുപോവുക. അതൊരിക്കലും നമ്മൾക്ക് വേണ്ടി മക്കൾക്ക് സാറ്റിസ്ഫൈഡ് ഇതാക്കുക, അല്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ ഒഴിവാക്കുക, അങ്ങനെയല്ല. നമ്മളുടെ കൂടുതൽ അവരത് കൊണ്ടുപോകും. പറച്ചോലും പറഞ്ഞിട്ടുള്ള അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ജീവിക്കുന്നതിന്റെ കൂടുതൽ മക്കൾക്ക് വേണം. മക്കൾക്ക് നിങ്ങളുടെ ജീവിതം മുഴുവൻ ഹോമിക്കുന്നല്ല പറഞ്ഞിട്ടുള്ള, അവരെ നോക്കണം. അവരെ പറച്ചോ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതേപോലെ അവര് നോക്കാൻ നമ്മളെ കാര്യങ്ങളും ചെയ്യുക. അത്ര എനിക്ക് ഇതാക്കണം. അപ്പൊ എല്ലാവരോടും പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഒരു കാര്യം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക.